ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് ലാസ്റ്റത്തെ ചെക്കപ്പിന്റെ വ്ളോഗ് ഡെലിവറി വ്ളോഗ് ആയിട്ട് മാറിയ കഥയാണ്. ഡിസംബർ 17-നാണ് എന്നോട് PV ചെയ്യാനും അതുപോലെ തന്നെ ലാസ്റ്റ് സ്കാനിങ്ങിനുമായിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ വട്ടം ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ശരിയാവലുണ്ട്, പക്ഷെ ഇപ്രാവശ്യം മൂന്നാമത്തെ സ്കാനിങ്ങിലാണ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം മുന്നേ എനിക്ക് ചെറിയ കോൺട്രാക്ഷൻസ് വന്നു പോയിട്ടുണ്ടായിരുന്നു. അത് സ്കാനിങ്ങിൽ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. PV ചെയ്തപ്പോൾ അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ 20-ാം തീയതിക്കാണ് ഡേറ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ പോലെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ തന്നെ വരലുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദന അധികമേ വെള്ളം പൊട്ടി പോവുക എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് തന്നെ വന്നോണ്ട് പറഞ്ഞു. ഫുഡൊന്നും നേരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയതായിട്ട് പെയിൻ വരുന്ന പോലെ തോന്നി. പിന്നെ ഈ റോട്ടിൽ അങ്ങോട്ട് എത്തോളം ചെയ്തപ്പോൾ തന്നെ പെയിൻ അധികമായി. കുടിക്ക് എത്തിയത് ഓർമ്മയുള്ളൂ. പിന്നെ വരുത്തം വന്നിട്ട് അതേപടി സാധനങ്ങളൊക്കെ പെറുക്കി നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ വിട്ട് അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി. പിന്നെ നേരെ ലേബർ റൂമൊക്കെ കയറ്റി അങ്ങനെ PV ചെയ്തൊക്കെയപ്പോൾ 2 സെന്റിമീറ്ററോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത്, പക്ഷെ ഡോക്ടർ രാത്രി ആയതുകൊണ്ടോ തോന്നുന്നു പെയിന് കൂടാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. തന്നെ കൂടുകയാണെങ്കിൽ കൂടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 8-ക്കാണ് എനിക്ക് പെയിന് കൂടാനുള്ള മരുന്നൊക്കെ കയറ്റുന്നത്. അങ്ങനെ ഒരു 11:45 ആയപ്പോൾ ഞാൻ പെറ്റ്. അൽഹംദുലില്ലാ അതൊരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ പക്ഷെ അവനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ NICക്ക് വേഗം തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് ഇതൊക്കെ അറിയുന്നത്. പിന്നെ രാത്രിയാണ് അവനെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫീഡ് ചെയ്യാനുള്ളൊരു ഗെറ്റപ്പ് അവൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ 2 ദിവസം NICയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അവനെ പുറത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓന് ദിവസം അതേപോലെ ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6-ാം വക്കാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നത്. അതായത് 17-ാം തീയതി പോയിട്ട് 22-ാം തീയതിയാണ് നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ കുടിക്ക് വിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. അപ്പൊ ശരി.